എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് താൻ കൊന്ന ജൂലിയസിന്റെ ശരീരം കാണാൻ വേണ്ടി വരുന്ന വില്യമിനെയാണ്. യാമിയുടെ ഡാർക്ക് മാജിക് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തിരുന്ന ജൂലിയസിന്റെ ശരീരം ഇപ്പൊ അവിടെ കാണാനില്ല. പെട്ടെന്നാണ് അവരുടെ പുറകിലുള്ള കാട്ടിൽ നിന്നും വളരെ ശക്തമായ ഒരു മാജിക് പവർ പുറത്തോട്ട് വരുന്നത്. ഇത് കണ്ട് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന വില്യമും യാമിയും കാണുന്നത് വിസാർഡ് കിങ്ങിന്റെ വസ്ത്രമെല്ലാം ധരിച്ച് തങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരു കുട്ടിയെയാണ്. ഇത് കണ്ട് യാമിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ വിസാർഡ് കിങ് ആണോ? ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, പക്ഷെ കുറച്ച് ചെറുതായി പോയെന്ന് മാത്രം. പക്ഷെ യാമിയെ കൊണ്ട് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വെയിറ്റ് ഇല്ല, നീ മരിച്ചതാ. നീയെല്ലാം എനിക്ക് വിട്ടു തന്നു എന്ന് പറഞ്ഞിട്ടല്ലേ മരിച്ചേ? അവിടെ വെച്ച് നീ തീർന്നതാ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. യാമി, നീ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. എന്നോട് ക്ഷമിക്ക്. നമ്മുടെ രാജ്യം ഇത്രയും അപകടത്തിലായപ്പോൾ ഞാൻ വളരെ ഉപയോഗശൂന്യമായിരുന്നു. എന്റെ മാജിക് പെട്ടെന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 13 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രത്യേക മാജിക് ഐറ്റത്തിനകത്ത് അവൻ അവന്റെ മാജിക് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. അത് ശരിക്കും ആക്ടിവേറ്റ് ആവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ ഈ മുഖം ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇത് നന്നായി മാസ്റ്റർ ജൂലിയസ്. വില്യം വാഞ്ചൻസ്. കാരണം എന്ത് തന്നെയായാലും രാജ്യദ്രോഹം വളരെ വലിയൊരു കുറ്റമാണ്. പലർക്കും പരിക്ക് പറ്റി. എല്ലാവരും റിക്കവർ ആവാൻ തീർച്ചയായിട്ടും ടൈം എടുക്കും. ആ സമയം നിന്നെ വെറുതെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട് യാമിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും നീ അവനോട് ക്ഷമിക്കാൻ പോവാണോ? വില്യമിനെ മാജിക് നൈറ്റിലോട്ട് കൊണ്ടുവന്നത് ഞാനാണ്. അവനെ ക്യാപ്റ്റനായി നിയമിച്ചു. ഇപ്പോ നടന്ന കാര്യത്തിനെല്ലാം ഞാൻ കൂടെ ഉത്തരവാദിയാണ്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ നിന്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് പലരും നിന്നെ വെറുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നീ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരുടെ വെറുപ്പിനെ നേരിടാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് കുട്ടിയായ ജൂലിയസ് അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് വില്യമിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ഗ്രിമോയറും എന്റെ മുഖമോടിയാണ് സത്യം. ഈ രാജ്യത്തിന് വേണ്ടി ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ. രൂപം കൊണ്ട് വിസാർഡ് കിങ് ചെറുതായി പോയെങ്കിലും അത് നമ്മുടെ പഴയ വിസാർഡ് കിങ് തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ പ്രധാന കാരണക്കാരായ ആസ്തയെയും മറ്റുള്ളവരെയും വിസാർഡ് കിങ് അങ്ങോട്ട് വിളിക്കുന്നതാണ്. വളരെ വിജയകരമായി തന്നെ നമ്മൾ ഈ രാജ്യത്തെ രക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോ 3 പ്രശ്നങ്ങളാണ് നമുക്ക് മുമ്പിൽ പ്രധാനമായിട്ടുള്ളത് എന്നൊക്കെ വിസാർഡ് കിങ് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന സമയത്ത് നോയലിന് ഈ കുട്ടി ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. അവന്റെ അടുത്തുനിന്ന് വരുന്ന മാനയും കീയൊക്കെ കണ്ട് എവിടെയോ പരിചയമുള്ളത് പോലെ ആസ്തയ്ക്കും മിമോസയ്ക്കും തോന്നുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വിസാർഡ് കിങ് ഇപ്പൊ ഇല്ല. അതെ, പഴയ വിസാർഡ് കിങ് ഒരുപാട് പഴയതായി പോയി. ഇപ്പൊ കുട്ടിയായി ഇതാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതെ, ശരിയാണ്. പഴയതുപോലെയുള്ള മാജിക് പവർ എന്റെ കയ്യിൽ ഇപ്പോ ഇല്ല. എന്റെ ഗ്രിമോയറിൽ ഒരേ ഒരു പേജ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് എനിക്കിനി ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ സമ്പത്തും അധികാരവും പ്രധാനമായി പരിഗണിക്കുന്ന നോബിൾസുമായിട്ട് എനിക്കിനി കുറച്ച് സ്വാധീനം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെയാ നിങ്ങൾ ഇത്രയധികം ചെറുതായേ? അല്ല, എങ്ങനെയാ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്? രൂപം മാറി രാജ്യം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പണ്ടുള്ള മേജേഴ്സ് ഉപേക്ഷിച്ച ഒരു മാജിക് സ്റ്റോർ ടെക്നോളജി ഞാൻ കണ്ടുപിടിച്ചത്. കാസ്റ്റലിലെ ലൈബ്രറിയിൽ നിന്നും ഞാൻ കണ്ടെത്തിയ ചില ഡോക്യുമെന്റ്സ് പ്രകാരം അതിനെ സ്വാലോ ടെയിൽ എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ട് നീരോക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ടൈം മാജിക്കും സ്വാലോ ടെയിലും വളരെയധികം കോമ്പാക്റ്റബിൾ ആയിരുന്നു. അതുപയോഗിച്ച് എന്റെ നെറ്റിയിലെ മാർക്കിൽ എന്റെ സമയവും മാജിക്കും പതിയെ ഞാൻ സ്റ്റോർ ചെയ്തു വെച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആ സമയം എന്നെ സഹായിക്കും. പക്ഷെ എന്നെ കൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ പ്രായത്തിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റിയുള്ളൂ. കാര്യങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ലെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് വിസാർഡ് കിങ്. അപ്പോഴാണ് നീരോ ആ കാര്യം ആലോചിക്കുന്നത്. ആദ്യത്തെ വിസാർഡ് കിങ്ങും നീരോയും ചേർന്നിട്ടാണ് പണ്ട് അതുപോലെ ഒരു മാജിക് ഐറ്റം കണ്ടുപിടിച്ചത്. തന്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന നീരോയുടെ യഥാർത്ഥ പേരായ സീക്രേ സാലോ ടെയിൽ എന്ന പേരും അതിന് കൊടുക്കുന്നു. മൈ പ്രിൻസ്, നമ്മൾ ഉണ്ടാക്കിയ മാജിക് ഐറ്റം ഇത്രയും കാലം വർക്കിംഗ് ആയിരുന്നു. നിങ്ങളുടെ പാത പിന്തുടരുന്ന ഒരാളുടെ ജീവൻ അത് രക്ഷിച്ചു എന്ന് ചിന്തിക്കുകയാണ് നീരോ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തെ രക്ഷിച്ച ആസ്തയോടും നോയലിനോടും മിമോസയോടും വിസാർഡ് കിങ് നന്ദി പറയുന്നു. അപ്പോഴാണ് ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ഒരാളെ വിസാർഡ് കിങ് കാണുന്നത്. അവളുടെ അടുത്തു നിന്ന് വരുന്ന മാന കണ്ടിട്ട് വളരെ റെയർ ആയിട്ടുള്ള മാജിക് ആണ് അവളുടെ കയ്യിലിരിക്കുന്നതെന്ന് വിസാർഡ് കിങ്ങിന് മനസ്സിലാകുന്നു. ഇത് കണ്ട് വളരെ എക്സൈറ്റഡ് ആയ വിസാർഡ് കിങ് എന്ത് മാജിക് ആണ് അവളുടെ കയ്യിലിരിക്കുന്നതെന്ന് അവളോട് ചോദിക്കുന്നു. മിണ്ടാണ്ടിരിക്കുക, നീ ഇപ്പോഴും മുഴുവനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നീ പറഞ്ഞ 3 കാര്യത്തിൽ ബാക്കി 2 എന്താ എന്ന് യാമി അവനോട് ചോദിക്കുന്നു. അത് രണ്ടും കഴിയുന്ന അത്രയും രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ പോയാൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ ക്ലോവർ കിങ്ഡത്തെ നശിപ്പിക്കുമെന്ന. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് കിങ്ഡവും അതിലുണ്ടാവുമോ? 3ാമത്തെ കാര്യം, ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആസ്ത മരിക്കും എന്ന് വിസാർഡ് കിങ് അവരോട് പറയുന്നു. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വെയിറ്റ്,
എന്തിനാ ക്ലോവർ കിങ്ഡം നശിക്കുന്നേ? അല്ല, ഞാൻ എന്തിനാ മരിക്കുന്നേ? ഇനി അതുമല്ലെങ്കിൽ രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ എന്താ നടക്കുന്നേ? ആസ്ത, നിന്റെ കയ്യിലിരിക്കുന്ന ആ ബ്ലാക്ക് പവർ അതൊരു ഡെവിളിന്റേതാണ്. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ ഇല്ലാതാക്കിയ ആ ഡെവിളിനെ പോലെയാണോ ഞാൻ? എന്റെ കയ്യിലിരിക്കുന്ന പവർ അവന്റേതുമായി സിമിലർ ആയിരുന്നു. പക്ഷേ ഇതൊരു ഡെവിളിന്റേതായിരുന്നോ? അതെ, ശരിയാണ്. അന്ന് ഞാൻ അവനിൽ കണ്ട ആ രൂപം മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്ന കഥയിലേതുപോലെയായിരുന്നു. അയ്യോ, ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഡെവിളാണോ? ഒഴിഞ്ഞു പോസാത്താനെ. ഹേയ് ക്യാപ്റ്റൻ യാമി, ചിലപ്പോ നിങ്ങൾ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് എത്രത്തോളം വേദനയുണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. മനുഷ്യർ മറ്റൊരു ലോകത്തോട്ട് കടന്നു ചെല്ലുകയും നമ്മുടേതിനപ്പുറത്തുള്ള ഒരു ലോകത്ത് സ്വയം മുഴുകുകയും ചെയ്യുന്നതിന്റെ പ്രതീകമാണ് ആ കൊമ്പ്. വീഗ് എന്നറിയപ്പെടുന്ന ഒരു കേഴ്സ് ആണത്. ഇതേ അവസ്ഥ അനുഭവിക്കുന്ന വേറെയും മാജിക് നൈറ്റ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിസാർഡ് കിങ് അവരോട് പറയുന്നു. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്റെ കയ്യിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, പക്ഷെ അവിടെ ഡെവിൾസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ശരിയാണ്, ഒരു ഡെവിളിന് നേടിയെടുക്കാൻ സാധിക്കാത്ത 5 ലീവ്സ് ക്ലോവർ അവസാനം മറ്റൊരു ഡെവിളിന്റെ കയ്യിലായി എന്ന് നീര അവരോട് പറയുന്നു. അപ്പോഴാണ് വിസാർഡ് കിങ് അവളുടെ തലയിലിരിക്കുന്ന കൊമ്പുകൾ ശ്രദ്ധിക്കുന്നത്. 500 വർഷങ്ങൾക്ക് മുൻപ് ആ ഡെവിളിനെ ഇല്ലാതാക്കാൻ വേണ്ടി വിലക്കപ്പെട്ട മാജിക് ഞാൻ ഉപയോഗിച്ചു. അത് കാരണം അതിന്റെ കേഴ്സ് എന്നെ ബാധിച്ചു. എന്റെ മാജിക്കും ആ കേഴ്സും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ രൂപം മാറാൻ സാധിക്കും എന്ന് പറഞ്ഞ് നീര ഒരു കിളിയായി മാറുന്നു. ഇത് കണ്ട് വിസാർഡ് കിങ്ങിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് വളരെ അമേസിംഗ് ആ. ട്രാൻസ്ഫോർമേഷൻ മാജിക്കിൽ നിന്നും ഇത് വളരെ ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. നിരോധിക്കപ്പെട്ട മാജിക് ഉപയോഗിച്ചതിന്റെ ശിക്ഷ നിന്റെ മാജിക്കുമായി മിക്സ് ആയി ഇങ്ങനെ ഒരു ശക്തിയായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പണ്ടുകാലത്തെ മാജിക് ശരിക്കും വളരെ ഫാസിനേറ്റിംഗ് ആ. ഹേയ് വിസാർഡ് കിങ്, ആദ്യം നിങ്ങൾ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഞാൻ എന്തിനാ മരിക്കുന്നേ? ഇനി ഒരു പക്ഷേ ആ ഡബിൾ പൊട്ടിത്തെറിച്ച് ഞാൻ ചിന്ന ഭിന്നമായാൽ അയ്യോ. സോറി, ഞാനത് മറന്നു. ക്ലോവർ കിങ്ഡത്തിന് ചുറ്റും 3 രാജ്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. വളരെ ശക്തമായ ആർമിയുള്ള അറ്റാക്കിംഗ് കൺട്രി ആയിട്ടുള്ള ഡയമണ്ട് കിങ്ഡം. അവരുടെ മാജിക് പണ്ഡിതന്മാർ ഹ്യൂമൻസിന്റെ മേലിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹാർട്ട് എന്നറിയപ്പെടുന്ന നാച്ചുറൽ കിങ്ഡം. അവരുടെ രാജ്യം പ്രകൃതിദത്തമായ മാജിക് കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവസാനത്തേത് സ്പേഡ് കിങ്ഡം. ശക്തമായി മഞ്ഞ് പെയ്യുന്ന വളരെ ദുഷ്കടം നിറഞ്ഞ ഭൂപ്രദേശമാണത്. പണ്ട് കാലങ്ങളിലെ ദുഷ്ടശക്തികൾ ഇപ്പോഴും അതിനകത്ത് ഉറങ്ങുന്നുണ്ടെന്ന് അറിയപ്പെടുന്നു. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഡയമണ്ട് കിങ്ഡത്തെ പോലെ സ്പൈഡർ കിങ്ഡവും അവരാരാണെന്ന് എല്ലാ രാജ്യങ്ങളെയും അറിയിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മുടെ മാജിക് നൈറ്റ്സ് എല്ലാം ഒരുപാട് ക്ഷീണിതരാണ്. അതുമാത്രമല്ല, എൽഫായി മാറിയ മാജിക് നൈറ്റ്സ് ഇപ്പൊ അവർ ചെയ്ത തെറ്റിന് ഒരുപാട് പശ്ചാത്താപിക്കുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ജൂലിയസിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഹേയ്, അത് അവരുടെ തെറ്റൊന്നുമല്ല, എല്ലാം ആ എൽഫുകളുടെ പണിയാ. അല്ല, ആ ഡെവിളിനെ പോലെ ചിരിക്കുന്ന ആ ഡെവിളിന്റെ പണിയാ. എൽഫായി മാറിയ മാജിക് നൈറ്റ്സ് ആ ഡെവിളിന്റെ കൺട്രോളിലായിരുന്നു എന്ന് നമ്മൾ എല്ലാ ജനങ്ങളെയും അറിയിക്കണം. ആസ്ത പറഞ്ഞതും ശരിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ അകത്തുള്ള ഡെവിളും കുറ്റക്കാരനാണെന്ന് മാജിക് പാർലമെന്റ് വിചാരണ ചെയ്യും. എല്ലാത്തിനും ഉപരി ആർക്കും അറിയാത്തൊരു ഡെവിളിന്റെ ശക്തി ഉപയോഗിക്കുന്ന ഒരു കോമണർ ആണ് നീ. എല്ലാവർക്കും തെറ്റുപറ്റിയതാണെന്ന് അറിയിക്കാനുള്ള ഒരു ബലിയാടാണ് നീ എന്ന് വിസാർഡ് കിങ് അവരോട് പറയുന്നു. ഇല്ല, അതിന് ആ ഡെവിളിനെ പോലെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിവേ, ഈ മാജിക് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റോയൽറ്റിയും നിയമങ്ങൾ ഉണ്ടാക്കിയ നോബിൾസും ചേർന്നതാണ് മാജിക് പാർലമെന്റ്. ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരികളായിട്ടുള്ള അവർ വലിയ വലിയ ക്രൈംസിനെല്ലാം വിചാരണ ചെയ്യും. അതെ, വളരെ പ്രധാനപ്പെട്ട 3 റോയൽ ഫാമിലിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അതിലേറ്റവും അധികാരമുള്ളത് ഇപ്പോഴത്തെ രാജാവിന്റെ ഫാമിലിയാണ് എന്ന് വിസാർഡ് കിങ് പറയുന്ന സമയത്താണ് രാജാവിനെ നമ്മൾ കാണുന്നത്. രാജാവിരുന്നിരുന്ന കാസ്റ്റൽ ലാംഗ്രിസ് അറ്റാക്ക് ചെയ്ത സമയത്ത് രാജാവ് താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴോട്ട് വീഴുന്ന അവരെ രക്ഷിച്ചത് നമ്മുടെ സാസയാണ്. ആക്ച്വലി റോയൽ ക്യാപിറ്റൽ അപകടത്തിലായിരുന്ന സമയത്ത് അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാമെന്നായിരുന്നു സാസയുടെ പ്ലാൻ. എന്നാൽ അപ്പോഴാണ് രാജാവ് അവന്റെ തലയിലോട്ട് വന്ന് വീഴുന്നത്. എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ തന്നെ രക്ഷിച്ചത് അവനാണെന്ന് പറഞ്ഞ് രാജാവ് അവനോട് ഒരുപാട് നന്ദി പറയുന്നു. എന്ന ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സാസെ അതിൽ കയറി പിടിക്കുന്നു. ശരിയാണ്, ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത്. അതിനുവേണ്ടി എനിക്ക് എന്റെ മുഴുവൻ പവർ ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഒരു കേക്ക് മുറിക്കുന്ന ലാഘവത്തോടെ അത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. ഓ, നീ ശരിക്കും ഒരു ധീരൻ തന്നെ എന്ന് രാജാവ് അവനെ നോക്കി പറയുന്നു. എൻട്രൻസ് എക്സാമിൽ അവനെ കണ്ടുമുട്ടിയത് തൊട്ട് എന്റെ ഭാഗ്യമെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാ ഇപ്പോ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നടക്കാൻ പോവാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് സാസ. അപ്പോഴാണ് അങ്ങോട്ട് കുറച്ചു പേർ വരുന്നത്. സോ വിസാർഡ് കിങ് പറഞ്ഞതുപോലെ ക്ലോവർ കിങ്ഡം നശിപ്പിക്കാൻ വന്നവരായിരുന്നു അത്. ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിനെല്ലാം
ഉത്തരവാദി ആ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ രാജാവിനെ ഇല്ലാതാക്കാൻ പോകുന്നു. അപ്പോഴാണ് ഒരു ത്രാസ് പോലെയുള്ള സംഭവം നമ്മൾ കാണുന്നത്. സോ രാജാവിനെ അറ്റാക്ക് ചെയ്യാൻ വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ചെറുതായി പോകുന്നു. ഇത് കണ്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. രാജ്യത്തിന്റെയും രാജാവിന്റെയും സിറ്റുവേഷൻ മുതലെടുത്ത് രാജ്യത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. നീയൊക്കെ ശരിക്കും ചാവേണ്ടവരാ എന്ന് പറഞ്ഞ അയാൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് സാസക്കി വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതെന്ത് തരത്തിലുള്ള മാജിക്കാ? ഇല്ല, എനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. അത് ഹൗസ് കിരയാണോ? സോ ഇപ്പോഴത്തെ രാജാവിന്റെ ഫാമിലിയിൽപ്പെട്ട നിയമങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഡാങ്നിഷ്ലോ കിരയായിരുന്നു അത്. അവസാനമായി രാജകുടുംബത്തിന്റെ പേരിൽ, നീതിയുടെ പേരിൽ നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കും. ഡബിൾ പൊസസർ റിച്ച്. പിന്നീട് നമ്മൾ കാണുന്നത് തകർന്നു പോയ റോയൽ ക്യാപിറ്റൽ എല്ലാം റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് നൈറ്റ്സിനെയും ക്യാപ്റ്റൻസിനെയുമാണ്. മറ്റൊരു ഭാഗത്ത് ആസ്തയും മറ്റുള്ളവരും ചാർമിൻ ഉണ്ടാക്കിയ ഫുഡ് എല്ലാവർക്കും സന്തോഷത്തോടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ അടുത്തോട്ട് ഒരാൾ വരുന്നത്. മാജിക് പാർലമെന്റിൽ ജോലി ചെയ്യുന്ന അയാൾ നടന്ന യുദ്ധത്തെ പറ്റി സംസാരിക്കാൻ ആസ്തയോട് പാർലമെന്റിലോട്ട് വരാൻ പറയുന്നു. സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ആക്ച്വലി ഇതെന്റെ ജോലി കൂടിയാണ്. സോ സത്യമെല്ലാം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ച ആസ്ത പോകാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴാണ് നീരോയെ അവർ കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണം. ഹേയ്, ഇതൊരു ട്രാപ്പായിട്ട് നിനക്ക് തോന്നുന്നില്ലേ എന്ന് നോയൽ അവനോട് ചോദിക്കുന്നു. കമോൺ, ഇവരെ കണ്ടിട്ട് എനിക്ക് ന്യായബോധമുള്ള ആളുകളെ പോലെയാ തോന്നുന്നേ. മാത്രമല്ല സംഭവിച്ചത് എന്താണെന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. അങ്ങനെ നീരോയെയും കൂട്ടി മാജിക് പാർലമെന്റിലോട്ട് പോകുവാണ് ആസ്ത. വിസാർഡ് കിങ് പറഞ്ഞതനുസരിച്ച് ആസ്തയുടെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് പവർ അവനൊരു പ്രശ്നമായി വരുമെന്ന് നീരോ അവനോട് പറയുന്നുണ്ട്. ഇല്ല, സത്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിശ്വസിക്കും. അവർക്ക് നമ്മളെ മനസ്സിലാകും എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറുന്ന ആസ്ത കാണുന്നത് തന്റെയും നീരോയുടെയും കയ്യിൽ വിലങ്ങിടുന്നതാണ്. എന്റെ പേര് ഡാനിഷോ കിര. ഞാനാണ് ഇവിടുത്തെ ചെയർമാൻ. ബ്ലാക്ക് ബുള്ളിലെ ആസ്തക്കെതിരെ ഞാനാണ് വിധി പറയാൻ പോകുന്നത്. ഹേയ്, അല്ല, എന്നോട് ഇങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പൊ തന്നെ നീ പെരുമാറുന്നത് ഒരു കുറ്റവാളിയെ പോലെയാ. എനിക്ക് അപ്പോഴേ തോന്നിയതാ നമ്മൾ പെട്ടു. ആസ്ത ദ ബ്ലാക്ക് ബുൾസ്. 4 സെക്കൻഡ് റിയൽമിലുള്ള ഹാജ് വില്ലേജിലെ പള്ളിയിൽ ജനിച്ച നീ ഒരു കോമണർ ആണ്. അങ്ങനെയുള്ള നിന്റെ കയ്യിൽ ഒരു മാജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പെൺകുട്ടി, ഇവൾ ജനിച്ചതായിട്ട് രാജ്യത്തിന്റെ ഒരു രേഖയിലും രേഖപ്പെടുത്തിയിട്ടില്ല. അവൾ വിലക്കപ്പെട്ട മാജിക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവളുടെ കൊമ്പുകൾ കണ്ടാൽ അറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞത് മാജിക് നൈറ്റ്സിനെ എല്ലാം കൺട്രോൾ ചെയ്തത് ഒരു ഡെവിൾ ആണെന്നാണ്. ശരിയാണ്, ആ ഡെവിൾ ആണ് മാജിക് നൈറ്റ്സിനെ എല്ലാം കൺട്രോൾ ചെയ്തത് എന്നൊക്കെ ആസ്ത പറയുന്നുണ്ടെങ്കിലും ബ്ലാക്ക് ബുള്ളിലെ ഒരു കോമണർ ആയിട്ടുള്ള അവനെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. വിസാർഡ് കിങ് ജൂലിയസ് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോഴും ആളുകൾ തമ്മിൽ ഒരുപാട് വിവേചനമുണ്ട്. സോ അവിടെ നടക്കുന്ന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരെയൊന്നും അതിനകത്തോട്ട് കയറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം നിൽക്കാൻ ആരും തന്നെ അവിടെ ഉണ്ടാവില്ല. നിന്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് മാത്രമാണുള്ളത്. ഒന്നെങ്കിൽ നീ ഒരു ഡെവിൾ ആണെന്ന് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയണം, അല്ലെങ്കിൽ മാജിക് നൈറ്റ്സ് അവർ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കണം. ഒരു കോമണർ ആയിട്ടുള്ള നീ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാകും നിന്റെ പുറകിൽ മറ്റെന്തോ ഉണ്ട്. അത് നീ സമ്മതിച്ചില്ലെങ്കിൽ രാജ്യത്തെ പ്രതിരോധിക്കുന്ന മാജിക് നൈറ്റ്സ് ശിക്ഷ അനുഭവിക്കും. നിങ്ങൾ പറയുന്ന ഈ ഡെവിൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിനെ ഇല്ലാതാക്കി. അതിനു വേണ്ടിയാണ് നീരോ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. നിന്നെ പോലെയുള്ള ഒരു കോമണറാണ് അതിനെ ഇല്ലാതാക്കിയതെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെ ഇരിക്കുന്നവർ. ഇവിടെയുള്ളവർ ചിന്തിക്കുന്നത് ആ ഡെവിളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളാണെന്നാണ്. ഇല്ല, അതെന്റെ ഗ്രിമോറിലുള്ളത് എന്ന് ആസ്ത പറയാൻ ശ്രമിക്കുന്ന സമയത്ത് നീര അവന്റെ വായ പൊത്തുന്നു. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ബ്ലാക്ക് പവറിനെ കുറിച്ച് പുറത്തു പറയുന്നത് ഒരുപാട് റിസ്ക് ആണ്. ശരി, നീ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഡെവിൾ ഇല്ലെങ്കിൽ തെറ്റ് ചെയ്ത മാജിക് നൈറ്റ്സിനെ ശിക്ഷിക്കേണ്ടി വരും. അവളെ കൊണ്ടുവാ എന്ന് പറഞ്ഞു മെറിയെ അവരങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവളുടെ പേര് മെറി ആട്ട്ലെ. ഹൗസ് ആട്ട്ലെയിലെ ഒരു കുട്ടിയാണ് ഇവൾ. എന്നാൽ ഇപ്പോ അനാഥരെല്ലാമുള്ള ഒരു ചർച്ചിലാണ് ഇവൾ താമസിക്കുന്നത്. ഇവളുടെ സഹോദരൻ ഘോഷ് മുൻപൊരു കള്ളനായിരുന്നു. കഴിഞ്ഞ യുദ്ധത്തിൽ ഇവളുടെ ഐ മാജിക് ഉപയോഗിച്ച് ഒരുപാട് മാജിക് നൈറ്റ്സിനെ ഇവൾ അറ്റാക്ക് ചെയ്തു. വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്ത്. മെറി അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. നീ പറയുന്നത് പോലെ ഒരു ഡെവിൾ ഉണ്ടായിരുന്നെങ്കിൽ അവളെ അത് കൺട്രോൾ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ അതിന് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തെറ്റ് ചെയ്തത് ഇവളാണ്. അതുകൊണ്ട് അവൾ ചെയ്ത തെറ്റിന് നീതിയുടെ പേരിൽ അവൾ ശിക്ഷ അനുഭവിക്കണം. ഇല്ല, വേണ്ട, നീയാണ് കുറ്റവാളിയെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് മാജസ് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇല്ല, നിനക്കാരെയും വിധിക്കാൻ അവകാശമില്ല. യഥാർത്ഥ നീതിയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഭൂതങ്ങളോടുള്ള ഈ വിചാരണ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഇങ്ങനെ വാദിക്കേണ്ട ആവശ്യമില്ല.